നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായിക്ക് പണി വരുന്നു. വാളെടുത്ത് പൊളിറ്റ് ബ്യൂറോ. ജനത്തെ വെറുപ്പിച്ച് വായാടിത്തം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM-നുണ്ടായ വമ്പൻ പരാജയത്തിൽ സംസ്ഥാന നേതൃത്വം നൽകിയ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും പരിശോധിച്ച് പൊളിറ്റ് ബ്യൂറോ കേരള കാര്യത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം പാർട്ടി ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി പ്രശ്ന പരിഹാരത്തിന് കടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യ കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്ന കണ്ടെത്തലാണ് പാർട്ടി പൊളിറ്റ് ബ്യൂറോയ്ക്കുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകളും പൊതുജനങ്ങൾക്ക് മുമ്പിൽ പോലും അദ്ദേഹം നടത്തിയ ധിക്കാരപരമായ വാക്കുകളും പ്രവൃത്തിയും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു എന്ന് പൊളിറ്റ് ബ്യൂറോ കണ്ടെത്തിയിട്ടുമുണ്ട്. ഒന്നുകിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയൻ ഒഴിയുക എന്നതും, അതല്ല എങ്കിൽ ഇപ്പോഴത്തെ ശൈലി മാറ്റുക എന്നതും, അതുപോലെ തന്നെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തുക എന്നതുമായിരിക്കും പൊളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് ഈ സർക്കാർ വലിയ തോതിൽ ജനങ്ങളിൽ നിന്നും അകലുകയും പൊതുസമൂഹത്തിന്റെ എതിർപ്പുകൾ നേടിയെടുക്കുകയും ചെയ്തു എന്നാണ് ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൽ അംഗങ്ങളായി വന്ന മന്ത്രിമാർ പിടിപ്പ് കെട്ടവരാണ് എന്ന വിലയിരുത്തലും പൊളിറ്റ് ബ്യൂറോയ്ക്കുണ്ട്. ഇതിനു പുറമെ സാമ്പത്തികമായി ദരിദ്രാവസ്ഥയിൽ നിൽക്കുമ്പോഴും സർക്കാർ നേതൃത്വത്തിൽ ധൂർത്തും ആഡംബരങ്ങളും നടത്തിയതും ജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കി എന്ന് പൊളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ CPM പാർട്ടി സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലും കേന്ദ്ര നേതൃത്വം തൃപ്തരല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വോട്ടെടുപ്പ് നടത്തുകയും ഇതിന്റെ വിലയിരുത്തൽ നടത്തി പാർട്ടി പ്രാദേശിക ഘടകങ്ങൾ മുകൾ തട്ടിലേക്ക് കൈമാറിയ കണക്കുകൾ വെറും തട്ടിക്കൂട്ടലുകൾ ആയിരുന്നുവെന്നും പൊളിറ്റ് ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന തരത്തിലുള്ള കണക്കുകളാണ് പാർട്ടി ഘടകങ്ങൾ കൈമാറിയിരുന്നത്. സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാമൂഹിക പെൻഷൻ മുടങ്ങിയത്, മാവേലി സ്റ്റോറുകൾ സാധനങ്ങളില്ലാതെ കാലിയായത്, ആശുപത്രികളിൽ മരുന്നുകളില്ലാതായത്, കർഷകരുടെ വിള സംഭരിച്ച ശേഷം അവർക്ക് പണം നൽകാതെ വന്നത്, ജനം ഇതെല്ലാം സർക്കാരിനെതിരായി മാറി. മാത്രവുമല്ല, പരമ്പരാഗത വ്യവസായ മേഖലയായ കയർ, കശുവണ്ടി, കൈത്തറി രംഗങ്ങളിൽ തകർച്ച ഉണ്ടാവുകയും വലിയ തോതിൽ തൊഴിൽ നഷ്ടം വരികയും ചെയ്തത് ഈ മേഖലയിലെ തൊഴിലാളികളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതായും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ശൈലി എല്ലാവരും ഉൾക്കൊള്ളുകയും ജനങ്ങളാണ് പരമാധികാരികൾ എന്ന ബോധത്തോടുകൂടി വിനയത്തോടെ പെരുമാറുകയും ചെയ്യുക എന്ന രീതിയിലേക്ക് ഭരണകൂടവും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും മാറണമെന്നും, അല്ലാത്ത പക്ഷം വരും തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമെന്നും പൊളിറ്റ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിൽ നിന്നും അകന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിന്റെ പ്രതിധ്വനികളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ തിരികെ വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിനയത്തോടെ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും തയ്യാറാകണമെന്ന് പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശിക്കുകയാണ്. ഇന്ത്യയിലെ CPM എന്ന പാർട്ടിക്ക് ആകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പ് കേരളത്തിലെ ഭരണത്തിന്റെ തണലിലാണ് എന്ന് പറയുന്നതാണ് ഏറെക്കുറെ ശരി. ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിലും ഭരണമില്ലാതെ വരുന്ന സ്ഥിതി CPM കേന്ദ്ര നേതൃത്വത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലില്ല. അതുകൊണ്ട് തന്നെ എത്ര കടുത്ത തീരുമാനം എടുക്കുന്നതിനും അത് കർക്കശമായി നടപ്പിലാക്കുന്നതിനും തലസ്ഥാനത്ത് എത്തുന്ന പാർട്ടി ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറാകും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരിലുള്ളത്. പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള ഒരു പരീക്ഷണത്തിന് കേരളത്തിലെ CPM പാർട്ടി തയ്യാറാകേണ്ടി വരും എന്ന രീതിയിലാണ് പൊളിറ്റ് ബ്യൂറോയുടെ നീക്കങ്ങൾ. എന്തായാലും 8 വർഷക്കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന ഭരണത്തെയും പാർട്ടിയെയും സ്വയം വരുതിയിൽ നിർത്തി മുന്നോട്ട് പോയ പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഇതുവരെയുള്ള ഒറ്റയാൻ പോക്ക് ഇനി തുടരാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും വരും നാളുകളിൽ ഉണ്ടാവുക. നന്ദി, നമസ്കാരം.